ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയുണ്ടായി. അലീനയുടെ മനസ്സിൽ തന്നേക്കാൾ സ്ഥാനം ബാലചന്ദ്ര മേനോനാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. പപ്പ എന്ന നിലയിൽ താൻ അത്ര പോരല്ലേ എന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. രാത്രിയായപ്പോഴും അലീന ഭക്ഷണം കഴിക്കാൻ വന്നില്ല. തുടർന്ന് സ്റ്റാൻലി അലീനയെ ചെന്ന് വിളിക്കുന്നുണ്ട്. പപ്പയ്ക്ക് വേണ്ടി നീ തോറ്റു തരില്ലെന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. പപ്പയ്ക്ക് വേണ്ടി തോറ്റു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അലീന. നീ തോക്കണമെങ്കിൽ ഇപ്പം എന്നോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. ഇത്തവണ ഞാൻ തോറ്റുതരാം, പക്ഷേ എപ്പോഴും തോക്കാൻ എന്നോട് പറയല്ലേ പാപ്പ. ഒരുപാട് സ്ഥലങ്ങളിൽ തോറ്റുപോയോളാം ഞാൻ. അങ്ങനെ സ്റ്റാൻലി തന്നെ അലീനയുടെ കൈ പിടിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പൗലോസ് രണ്ടു പേർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ മുന്നിൽ വെച്ച് തന്നെ പൗലോസിനോട് പറയുന്നുണ്ട്, പൗലോസെ, നിന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ അലീന പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി മതിയാക്കി ഇവിടെ നിന്ന് പോവുക. ഇത് കേട്ട് പൗലോസ് ശരിക്കും ഞെട്ടുന്നുണ്ട്. സ്റ്റാൻലി ഇങ്ങനെ പറയുന്നത് അയാൾ ഒരിക്കലും കരുതിയിരുന്നതല്ല. അലീനയ്ക്ക് പക്ഷേ ഒരുപാട് സന്തോഷമായി. തന്റെ പപ്പ തനിക്ക് ഒരുപാട് വില തരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സ്റ്റാൻലി അവളോട് ഉപവാസം അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പപ്പ തന്നെ സ്വന്തം കൈകൊണ്ട് വാരി തരണമെന്ന് അലീന വാശി പിടിക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാൻലി ഒരു ചപ്പാത്തി കഷ്ണം എടുത്ത് അലീനയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടെ അലീന ഹാപ്പിയായി. സ്റ്റാൻലിക്കും ഒരുപാട് സന്തോഷം തോന്നി. അലീന തിരിച്ചും അവളുടെ കൈകൊണ്ട് സ്റ്റാൻലിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ ആദ്യം അത് നിരസിക്കുമെങ്കിലും പിന്നീട് അത് സ്വീകരിക്കും. ഇതൊക്കെ കണ്ട് ഔതുക്കുട്ടിച്ചായനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രാത്രി കിടക്കാൻ നേരം തന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവേട്ടന് തന്റെ കാര്യത്തിൽ പഴയ പോലെ ശ്രദ്ധയില്ലെന്നും തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലെന്നും അലീന പരിഭവം പറയുന്നുണ്ട്. ഇത് കേട്ട് മനു ചിരിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നാളെ സംഭവിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മഴത്തോരു മുമ്പേ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്